ലക്നൌവിൽ കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രവും ഗെയിമിംഗ് സെന്ററും പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് തീപിടിച്ച് 15 വിദ്യാർത്ഥികൾ മരിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി ഉത്തർപ്രദേശ് സർക്കാർ. 7 ദിവസത്തിനകം അന്വേഷണം നടത്തി മുഖ്യമന്ത്രിക്ക് SIT റിപ്പോർട്ട് കൈമാറണം. രേഖകളിൽ പാർപ്പിട ആവശ്യത്തിനായി അനുമതി വാങ്ങിയ കെട്ടിടമാണ് പിന്നീട് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ലഖ്നൌവിലെ ആ ദാരുണ സംഭവം അതിന്റെ നടുക്കം മാറിയിട്ടില്ല. ഇപ്പോൾ SIT പ്രഖ്യാപിച്ചിരിക്കുകയാണ് UP സർക്കാർ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായെന്നൊരു പ്രാഥമിക വിവരങ്ങളെങ്കിലും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? ഒപ്പം തന്നെ അനധികൃതമായി കെട്ടിടം അവിടെ പ്രവർത്തിപ്പിച്ചു അല്ലെങ്കിൽ സ്ഥാപനം അവിടെ പ്രവർത്തിപ്പിച്ചു എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുമ്പോൾ എന്ത് നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത്? പ്രജിൻ, അമൃത, രാജ്യത്തെ ഞെട്ടിച്ച വലിയൊരു അപകടമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ലക്നൌവിലെ കോച്ചിംഗ് സെന്ററിൽ ഉണ്ടായ തീപിടുത്തം. ഈ തീപിടുത്തത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ 2 അംഗ അന്വേഷണ സംഘം 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഈ അപകടത്തിന്റെ കാരണങ്ങൾ, എങ്ങനെ അവിടെ പ്രവർത്തിച്ചു, ഇതിന് മതിയായ രേഖകൾ ഉണ്ടായിരുന്നു, ഇതിൽ എന്തെങ്കിലും വീഴ്ച പ്രാദേശിക ഭരണകൂടത്തിനും മറ്റും സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ വിശദമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അമൃത് അഭിജാത്ത്, ലക്നൌ മേഖലയിലെ ADGP പ്രവീൺ കുമാർ എന്നിവരടങ്ങിയ 2 അംഗ അന്വേഷണ സംഘമാകും വിശദമായ റിപ്പോർട്ട് 7 ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പ്രാഥമിക നിഗമനമനുസരിച്ച് ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് വ്യക്തമായിരിക്കുന്നത്. എന്നാൽ വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകും. ഈ അപകടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് 2:45 ആദ്യ അപായ സന്ദേശം ലഭിക്കുന്നത്. തുടർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു ഈ പ്രദേശത്ത്. അതിൽ ഏറ്റവും പ്രധാനം ഈ കെട്ടിടം എന്നുള്ളത് ഒരു റെസിഡൻഷ്യൽ കെട്ടിടമായിരുന്നു. റെസിഡൻഷ്യൽ ഉപയോഗങ്ങൾക്കായി നിർദ്ദേശിച്ച കെട്ടിടം എന്നാൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗുരുതരമായ വീഴ്ച ഈ വിഷയത്തിൽ പ്രാദേശിക ഭരണകൂടത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഈ കെട്ടിടത്തിൽ 2014 മുതൽ മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ, അത് കോച്ചിംഗ് സെന്ററും ഒപ്പം തന്നെ ഗെയിമിംഗ് സെന്റർ അടക്കമുള്ളവ പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പ്രാദേശിക ഭരണകൂടത്തിന്റെ അറിവോടെയായിരുന്നു എന്ന കാര്യം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ ഈ കെട്ടിടത്തിന്റെ ഉടമയടക്കം 4 പേരെ ഇതിനകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. എന്തായാലും തുടർ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകും. അന്വേഷണവും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. പ്രജിൻ, അമൃത. ശരി. എന്നാലും ഈ അപകടത്തിൽ പരിഹരിച്ച് ചികിത്സയിലുള്ള ആൾക്കാരിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുണ്ട് എന്നതുകൂടിയാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.